സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് ചില ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ലാപ്ലേസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി വിച്ച് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ ടു ദി പവർ മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആകപ്പാട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണമെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ഈ ഒരു എഫ് ഓഫ് ടിയുടെ ഭാഗത്ത് റിപ്ലേസ് ചെയ്താൽ മതി. അത് നമ്മളുടെ ഈ ഒരു ഭാഗത്തുള്ള എഫ് ഓഫ് ടിയിലും ആ ഒരു ഫംഗ്ഷൻ വെച്ച് റിപ്ലേസ് ചെയ്യുക. അതിനുശേഷം സാധാരണ ഇൻ്റഗ്രേഷൻ നടത്തിയതിന് ശേഷം നമുക്കതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഇൻ്റഗ്രൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. കാരണം ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും. ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 0 ടു ഇൻഫിനിറ്റി ആണ് വരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ, ഒരു വലിയ നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള, അതായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റാണ് വരുന്നത് എങ്കിൽ അതിന് നമ്മൾ ഫസ്റ്റ് കൈൻഡിലാണ് ഉൾപ്പെടുത്തുക. അതായത് ലിമിറ്റ് ഇൻഫിനിറ്റ് ആയി പോകുന്ന ഒരു കേസ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കൈൻഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താണ് ഇതിന് സോൾവ് ചെയ്യുക. അതായത് സാധാരണ ലിമിറ്റ്, ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് അല്ല, സാധാ ലിമിറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നോക്കാം. അതുപോലെ തന്നെ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലേസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. അവിടെ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാം. കാരണം നമ്മുടെ ഈ ഒരു എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ്റെ സ്മോൾ എഫ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ എഫ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എസ്സിലാണ് നമ്മുടെ ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുക. അതായത് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെയാണ് കാണുന്നത് എങ്കിലും നമുക്ക് ഫൈനൽ റിസൾട്ട് വരുന്നത് ഇൻ ടേംസ് ഓഫ് എസ്സിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് കടക്കുമ്പം തീർച്ചയായും ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിളും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ലാപ്ലേസ് ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കാം, ലാപ്ലേസ് ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കാം, ലാപ്ലേസ് ഓഫ് ടി സ്ക്വയർ, ലാപ്ലേസ് ഓഫ് ഇ ടു ദി പവർ എ ടി, ലാപ്ലേസ് ഓഫ് ഇ ടു ദി പവർ മൈനസ് എ ടി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം, അഥവാ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ലാപ്ലേസ് ഓഫ് 1 ആണ്. അതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ലാപ്ലേസ് ഓഫ്, അതായത് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം കാണേണ്ട ആ ഒരു ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ ഈ ഒരു വിധത്തിലാണ് വരിക. അപ്പോൾ ലാപ്ലേസ് ഓഫ് 1 ആണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ ഈ ഒരു എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1ലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് 1 വരും. 1 ഇൻറ്റു ഇ ടു ദി പവർ മൈനസ് എസ് ടി ഡി ടി ആകും. 1 ഇൻറ്റു ഇ ടു ദി പവർ മൈനസ് എസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ടു ദി പവർ മൈനസ് എസ് ടി തന്നെയാണ് വരിക. അതായത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ മൈനസ് എസ് ടി ഡി ടി നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ ടു ദി പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്കറിയാം ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ ആയാലും അതുപോലെ തന്നെ ഡിഫറൻഷിയേഷൻ ആയാലും ആൻസർ എന്തായിരിക്കും, ആ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെയായിരിക്കും, അതിന് ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ ടു ദി പവർ മൈനസ് എസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എസ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് അതിൻ്റെ കൂടെയുണ്ട് പവറായിട്ട്. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് ഞാൻ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അതായത് ഇ ടു ദി പവർ മൈനസ് എസ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആ ഒരു വാല്യൂവും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ആ ഒരു ഇയുടെ പവർ ഏതാണോ ആ പവറിൻ്റെ ഡെറിവേറ്റീവും, അതായത് വിത്ത് റെസ്പെക്ട് ടു ടിയിലുള്ള ഡെറിവേറ്റീവും കണ്ട് അത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൈനസ് എസ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ മൈനസ് എസ് ആണ് കിട്ടുക. അതിനുശേഷം നമുക്ക് 0 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ ടു ദി പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ലിമിറ്റ് വന്നതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഇൻഫിനിറ്റി എഴുതിയിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത് ബി ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ ബിയുടെ വാല്യൂ ഇൻഫിനിറ്റി, അതായത് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ബി ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ ലിമിറ്റ് നമ്മളിവിടെ ഉപയോഗിച്ചെന്ന് മാത്രം. അടുത്തൊരു സ്റ്റെപ്പിൽ ഇവിടെ മൈനസ് എസ് ഉണ്ട്, അതിന് നമ്മൾ -1/s ആയിട്ട് പുറത്ത് എഴുതിയിട്ടുണ്ട്. ശേഷം നമുക്ക് ലിമിറ്റ് അതിൻ്റെ ന്യൂമറേറ്റർ ടേമിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1/e ടു ദി പവർ എസ് ടി 0 ടു ബി എന്ന് പറഞ്ഞിട്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇവിടെ സംഭവിച്ചത് ഇ ടു ദി പവർ മൈനസ് എസ് ടീനെ നമ്മൾ ഡിനോമിനേറ്ററിലൊക്കെ എടുത്തിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു മൈനസ് എസ് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിധത്തിൽ എഴുതാൻ പറ്റിയത്. ശേഷം അടുത്ത സ്റ്റെപ്പിൽ -1/s ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഒരു ഇൻ്റഗ്രേഷൻ ലിമിറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/e ടു ദി പവർ എസ് ബി മൈനസ് 1/e ടു ദി പവർ 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ശേഷം ഒന്നും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -1/s ഇൻറ്റു ഇവിടെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, 0യിലേക്കാണ് പോവുക. കാരണം ഡിനോമിനേറ്ററിലുള്ള വാല്യൂ വലുതായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ വലുതാണെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയിലേക്കാണ് പോവുക. -1/e⁴. e⁴ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ 1 തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം അതായത് ഈ ഒരു ടേം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0 - 1 ആണ് വരിക. 0 - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 തന്നെ. അപ്പോൾ ഫൈനലായിട്ട് -1/s × -1 വിച്ച് ഈസ് ഈക്വൽ ടു 1/s എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് ലാപ്ലേസ് ഓഫ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1/s ആണ്. ഇതുപോലെ നമുക്ക് മറ്റ് ലാപ്ലേകളും കണ്ടുപിടിക്കാം.